മോർണിംഗ് ലീഡേഴ്സ്. ഇന്ന് നമ്മള് ജീവിതത്തില് വിജയത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിജയത്തെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ വിജയത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ നേരിടുന്ന പ്രതിബന്ധങ്ങള്, പ്രയാസങ്ങള്, വൈതരണികള് അല്ലെങ്കിൽ പരാജയങ്ങള്. അപ്പൊ നമ്മൾ വിജയത്തിൽ നിന്ന് മാത്രം പാഠം ഉൾക്കൊണ്ടാൽ മതിയോ, അല്ലെങ്കിൽ പരാജയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പല ആളുകളും പരാജയപ്പെട്ട് കഴിയുന്ന സമയത്ത്, ഏതെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന സമയത്ത് അതിനെ പ്രോപ്പറായി കൈകാര്യം ചെയ്യാൻ പറ്റാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകളാണ്. സക്സസിനെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് തവണ പല ലീഡേഴ്സുകളും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ 2 സക്സസിനെ കുറിച്ച് 2 പ്രധാനപ്പെട്ട മോഡ്യൂൾസ് നമ്മുടെ സൂമിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സക്സസിന്റെ 4 പില്ലേഴ്സ്. നമ്മുടെ റെക്കോർഡിൽ കാണാൻ പറ്റും, പലർക്കും കാണാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്ന ആളുകൾക്ക് അത് കാണാവുന്നതാണ്. 4 പില്ലേഴ്സ് ഓഫ് സക്സസ്. ഒന്ന്, സക്സസിന് വേണ്ട ഒരു ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് ആണ്, ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റ്. ഈ മേഖലയിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് നിർബന്ധമായും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു മൈൻഡ് സെറ്റ് ആണ് എന്റർപ്രണർ മൈൻഡ് സെറ്റ്. അപ്പൊ സക്സസിന്റെ ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് ആണ്. രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് അതിന്റെ ഹാർട്ട് സെറ്റാണ്. ഒരു ജീവിതത്തിൽ വിജയിച്ച പല ആളുകളെടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാം, അവരൊക്കെ അവരുടെ ഹാർട്ട് സെറ്റ് വളരെ പവർഫുൾ ആണ്. പ്രശ്നങ്ങളും വൈകല്യങ്ങളും ഉണ്ടാവുമ്പോൾ ഇമോഷൻസ് എല്ലാം ഹൃദയത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ഹൃദയം കൊണ്ട് എങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത്, ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? പണ്ട് കാലത്ത് പല കമ്പനികളും ഇന്റർവ്യൂ നടത്തുമ്പോൾ ഐക്യൂനെ ബേസ് ചെയ്തിട്ടാണ് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുക, ഇന്റലിജന്റ് കോഷ്യന്റ്. പക്ഷെ ഈ മോഡേൺ യുഗത്തില് ഐക്യുയേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇക്യു ആണ്, എമോഷണൽ കോഷ്യന്റ് എന്ന് പറയും. പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക, പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ആ പ്രോബ്ലംസിൽ നമ്മൾ എങ്ങനെ റെസിലിയന്റ് ആവുന്നു, ബൗൺസ് ബാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ഇക്യു എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ പില്ലർ എന്ന് പറയുന്നത് ഹാർട്ട് സെറ്റാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഹെൽത്ത് സെറ്റാണ്. പല ആളുകളും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഹെൽത്തിന് പലപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഈ വൈകിട്ട് നമുക്ക് പ്രധാനം ചെയ്യുന്നത് ഹെൽത്തും വെൽത്തുമാണ്. അപ്പൊ മൂന്നാമത്തത് എന്ന് പറയുന്നത് ഹാർട്ട് സെറ്റാണ്. ആപ്പിളിന്റെ സിഇഒ വളരെ യങ്ങർ ഏജില് നമ്മളോട് വിട പറഞ്ഞു പോയ സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട്, ഹെൽത്തിനെ ഞാൻ പലപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഹെൽത്ത് സെറ്റാണ് മൂന്നാമത്തത്. നാലാമത്തത് എന്ന് പറയുന്നത് സോൾ സെറ്റാണ്, സ്പിരിച്വാലിറ്റിയാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മുടെ സക്സസിനെ കുറിച്ച് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ABC ഓഫ് സക്സസ്, കഴിഞ്ഞ ക്ലാസ് നമ്മുടെ ABC ഓഫ് സക്സസിന്റെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങള്, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, കമ്മിറ്റ്മെന്റ്, ഈ ചേരുവകൾ എത്രത്തോളം മനോഹരമായി ചേരുമ്പോഴാണ് ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫെയിലിയേഴ്സിന്, നമ്മൾ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പരാജയങ്ങൾക്ക്, അതിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണുള്ളത്? നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, 10ാം ക്ലാസ് പരീക്ഷയുടെ മാർക്കുകൾ വരുമ്പോൾ ഒരുപാട് കുട്ടികൾ വളരെ സ്ട്രെസ്ഡ് ആണ്. 4-5 വിഷയങ്ങളിൽ തോറ്റ കുട്ടികൾ ആഴിപ്പാടി നടക്കുന്ന സമയത്ത് വലിയ മാർക്ക് പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ച മാർക്കിൽ നിന്ന് 2 മാർക്ക് കുറഞ്ഞ കുട്ടി ആത്മഹത്യ ചെയ്തു. ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്ന സമയത്ത്, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന സമയത്ത് കമിതാക്കൾ ആത്മഹത്യ ചെയ്യുന്നു. ഫാമിലി ലൈഫിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്ന സമയത്ത്, റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാവുന്ന ഫാമിലി ലൈഫിൽ നിന്ന് ഒളിച്ചുകൂടി ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ഒരുപാട് ആളുകൾ ടെൻഷൻസിന്റെയും അതുപോലെ തന്നെ ഡിപ്രഷന്റെയും വക്കിലാണ്. അപ്പോ ഇങ്ങനെ നമ്മൾ എങ്ങനെ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പരാജയങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്. ആ പരാജയങ്ങൾ നമ്മൾ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതും നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഹൗ ടു ഓവർകം ഫെയിലിയർ, പരാജയങ്ങൾ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം, പരാജയങ്ങൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്. ഇനി ഫെയിലിയേഴ്സ്,
നമ്മുടെ പരാജയങ്ങളാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ചവിട്ടുപട്ടിക. ഫെയിലിയേഴ്സ് ആർ ദി കീ ടു സക്സസ്. വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട കീകളിൽ ഒന്ന് നമ്മുടെ വേണ്ട പരാജയങ്ങളാണ്. ഇനി ജീവിതത്തിൽ നമുക്ക് പരാജയപ്പെടാൻ പലപ്പോഴും ഇഷ്ടമാണോ? നമുക്ക് പരാജയപ്പെടാൻ നമുക്ക് പലപ്പോഴും ഇഷ്ടമല്ല. എന്തുകൊണ്ട്? പല ആളുകൾക്കും അവർ തിരിച്ചറിവില്ല, ജീവിതത്തിൽ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടാൻ തയ്യാറാവണം എന്നുള്ള യാഥാർത്ഥ്യം പല ആളുകൾക്കും അറിയില്ല. പല ആളുകൾക്കും പരാജയത്തെ പേടിയാണ്. ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയും. പരാജയപ്പെടാനുള്ള പേടി. ലോകത്ത് ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടർ നിങ്ങൾ എപ്പോഴെങ്കിലും അറിയോ? ഒരേ ഒരു കൂട്ടർ മാത്രം ലോകത്ത് ഒരിക്കലും പരാജയപ്പെട്ടിട്ടുള്ളൂ. ദേ നെവർ ട്രൈഡ് എനിത്തിങ്. ഒരിക്കലും ശ്രമിക്കാത്ത ആൾക്കാരുണ്ട്. ആ ശ്രമിക്കാത്ത ആൾക്കാർ മാത്രമാണ് ജീവിതത്തിൽ പരാജയപ്പെടാത്തത്. അല്ലാത്ത എല്ലാവർക്കും ജീവിതത്തിൽ ഏത് മേഖല പ്രവർത്തിച്ച ആളുകൾക്കും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിഷ്യൽ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവരുടെ വളർച്ചയ്ക്ക്, സക്സസിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായത് അവർ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള പ്രാഥമിക പരാജയങ്ങളാണ്. സോ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന്റെ വളരെ ആധാരമായിട്ടുള്ള സക്സസ്. ഈ പരാജയം എന്ന് പറയുന്നത് സക്സസിന്റെ ഓപ്പോസിറ്റ് ആണോ? ഒരിക്കലല്ല. പരാജയം എന്ന് പറയുന്നത് സക്സസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. സക്സസിന്റെ തന്നെ ഭാഗമായ ഒരു കാര്യമാണ് പരാജയം എന്നുള്ളത്. അപ്പോ പരാജയം സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് സക്സസ് എന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാവാനാണ് നമുക്ക് ഈ മേഖലയിൽ ഏത് മേഖലയിൽ വിജയിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയും. പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ എന്നുള്ളതാണ് വിജയിച്ച ആളുകളൊക്കെ പറയുക. നമുക്കൊരു പരാജയം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വിജയത്തിലേക്ക് ഒന്നാമത്തെ ചവിട്ടുപടിയായി, വീണ്ടും ഒരിക്കൽ കൂടി പരാജയപ്പെടുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചവിട്ടുപടിയായി, വീണ്ടും പരാജയപ്പെടുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ചവിട്ടുപടിയായി. അങ്ങനെ ഓരോ പരാജയവും നമ്മുടെ വിജയം എന്ന് പറയുന്ന ആ ലാഡറിന്റെ ഓരോ ചവിട്ടുപടികളാണ് എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പരാജയങ്ങളെ ധീരമായി ഫേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും മാനസികമായിട്ട് തയ്യാറാവണം എന്ന് പറയുന്നത്. ഇനി എന്താ നമ്മളൊരു പരാജയം എന്ന് പറയുന്നത്? നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, അത് പൂർത്തിയാക്കുന്ന സമയത്ത് ആ പ്രൊജക്ട് അല്ലെങ്കിൽ ആ ഇവന്റ് എത്ര പെർസെന്റേജ് ആണോ പൂർത്തിയാക്കേണ്ടത് അതിന്റെ 50% ആയിരിക്കും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു 30% ആയിരിക്കും പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടാവുക. ആ ഔട്ട്കമ്മിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നമ്മൾ ഏറ്റെടുക്കുന്ന ആ ടാസ്കിന് ആണ് നമ്മൾ ഫെയിലിയർ എന്ന് പറയാം. അപ്പൊ ഫെയിലിയറിന് പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഒരു വ്യക്തി ഒരു മേഖലയിൽ പരാജയപ്പെടുമ്പോൾ ആ വ്യക്തി ആ മേഖലയെ കുറിച്ചിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അറിവ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിന് ആളുകൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ഒന്ന്, ആ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആ മേഖലയെ കുറിച്ചിട്ടുള്ള അറിവ് സമ്പാദിക്കേണ്ടത് ആവശ്യമാണ്. നോളജ് അബൌട്ട് ദി ഇൻഡസ്ട്രി. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ടിന്റെ ബിസിനസ് ആണെന്നും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, വലിയ രീതിയിലുള്ള ലൈസൻസോ മറ്റു സംവിധാനങ്ങളോ ഇൻഫ്രാസ്ട്രക്ചറോ ഇല്ലാതെ, 1 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ കൈകാര്യം ചെയ്യാതെ, ഒരാളെയും നേരിട്ട് നമ്മൾ എംപ്ലോയി ആയിട്ട് വെക്കാതെ, ഇന്റർനെറ്റും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തുള്ള 140 കോടി ജനങ്ങളുമായി ബിസിനസ് ചെയ്തുകൊണ്ട് കോടികളുടെ ടേൺ ഓവർ ഉണ്ടാക്കാനും കോടികളുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള അറിവ് നമുക്കുണ്ടാവണം. അതാണ് നോളജ് എന്ന് പറയുന്നത്. അപ്പൊ നോളജ് അബൌട്ട് ദി ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതിയോ? നോളജ് അബൌട്ട് ദി കമ്പനി. ഇങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മള് പ്രതിദാനം ചെയ്യുന്ന കമ്പനിയെ കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കണം. ആ കമ്പനി വളരെ പവർഫുൾ ആയിട്ടുള്ള കമ്പനിയാണോ, വളരെ വിഷണറി ആയിട്ടുള്ള മാനേജ്മെന്റ് ആണോ, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡെബിറ്റ് ഫ്രീ കമ്പനിയാണോ, ആ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ആ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ട്. ഈബർട്ടറം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനി. ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയില് ഇന്ത്യയുടെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് 1,00,000 സ്ക്വയർ ഫീറ്റ് ഓഫീസ് സംവിധാനത്തിലൂടെ, സ്വന്തമായ ഓൺ സോഫ്റ്റ്വെയറിലൂടെ
അതോടൊപ്പം തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ തുടങ്ങി 5 വർഷം കൊണ്ട് പല മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ചാപ് എന്ന് പറയുന്ന അച്ചീവേഴ്സ് ആണ്. ഒരു മദർ പ്ലാനിലൂടെ തന്നെ 300-ലധികം ആളുകളെ കോടീശ്വരന്മാരാക്കിക്കൊണ്ട് ഇന്നലെ ഹാഗർ ജോഷി സാറ് വളരെ ഹോട്ട് കേക്ക്സ് അതിനെക്കുറിച്ച് മനോജ് സാർ നമ്മളോട് സംസാരിക്കും. റീപർച്ചേസ് പ്ലാൻ, മദർ പ്ലാനിലൂടെ കോടികൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമ്പനി നിയർലി 5 years ആയപ്പോ അതിന് വളരെ സർപ്രൈസ് ഗിഫ്റ്റുകൾ ഇന്നലെ സാഗർ ജോഷി സാറ് അദ്ദേഹത്തിന്റെ സൂം മീറ്റിംഗിൽ തന്നിരുന്നുണ്ട്. ഫാദർ പ്ലാനിലൂടെ അതിമനോഹരമായ ഗംഭീരമായ ഉണ്ടാക്കാൻ പറ്റുന്ന റീപർച്ചേസ് പ്ലാനുമായിട്ട് അതിന്റെ കമ്പനി മുന്നോട്ട് വരുന്നു. അപ്പോ കമ്പനിയിൽ നമുക്ക് ഉണ്ടാവുന്ന അറിവുണ്ടാവണം, പ്ലാനിൽ നമുക്ക് അറിവുണ്ടാവണം, പ്രൊഡക്റ്റിൽ നമുക്ക് അറിവുണ്ടാവണം, സിസ്റ്റത്തിൽ നമുക്ക് അറിവുണ്ടാവണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഒരു മേഖലയിൽ നമ്മൾ വിജയിക്കാൻ പറ്റുക. ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കണമെന്നെങ്കിൽ നോളജ് അബൌട്ട് ദി ഇൻഡസ്ട്രി, നോളജ് അബൌട്ട് ദി കമ്പനി, നോളജ് അബൌട്ട് ദി ഇൻകം പ്ലാൻ, നോളജ് അബൌട്ട് ദി പ്രോഡക്ട്സ്, നോളജ് അബൌട്ട് ദി സിസ്റ്റം, ഇത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇനി നോളജ് മാത്രം മതിയോ മേഖല വിജയിക്കാൻ? വിജയിച്ചിരുന്ന ആളുകൾക്കെല്ലാം ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉള്ള ആളുകളാണ്. ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, ഡയറക്ഷൻസ് എല്ലാം പ്രോപ്പറായി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു മേഖലയിൽ വിജയിക്കാൻ വളരെ സാധ്യതകളാണ്. എനിക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. കൊല്ലം എത്തിയപ്പോ ഞാൻ തിരിച്ച് ഇറങ്ങിയാൽ അതിനർത്ഥം ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോകുന്ന യാത്രയില് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഡിറ്റർമിനേഷൻ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഡിറ്റർമിനേഷൻ മാത്രം മതിയോ? ഒരു ഡയറക്ഷനും ആവശ്യമാണ്. എന്താണ് ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നത്? തിരുവനന്തപുരത്ത് പോകാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിസാമുദ്ദീൻ എക്സ്പ്രസിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോ ആലുവയിലെത്തി. അതിനുശേഷം നമ്മള് തൃശ്ശൂർ എത്തി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ തെറ്റാണ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ തെറ്റാണെങ്കിൽ അവിടെ ഇറങ്ങി റൈറ്റ് ഡയറക്ഷനിൽ പോകാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പൊ ഡിറ്റർമിനേഷനും ഡയറക്ഷനും ഒരു മേഖലയിൽ വിജയിക്കുന്നതിന് ആ മേഖലയിൽ അർപ്പണ മനോഭാവം ആവശ്യമാണ്. ഡെഡിക്കേഷൻ. നമ്മളെ തന്നെ വിജയിച്ച ഏത് വ്യക്തിയുടെയും ക്വാളിറ്റീസ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ആ മേഖലയിൽ അവർ സ്വയം അർപ്പിച്ചവരാണ്. സോ പവർ ഓഫ് ഡെഡിക്കേഷൻ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കോസസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. സജിത മാഡം വളരെ മനോഹരമായ ഇൻട്രൊഡക്ഷനിൽ തന്നെ സൂചിപ്പിച്ചു ഡിസിപ്ലിൻ വേണമെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ഡിസിപ്ലിൻ വളരെ കുറവാണ്. ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ നമ്മൾ ചെരുപ്പ് അവിടെ വെക്കുന്ന ഒറ്റ ഏറാണ്. കുട്ടികൾ പുതിയ കുട്ടികൾ തലമുറ കുട്ടികൾ മനസ്സിലാക്കും. ഒരു ചെരുപ്പ് 1 കിലോമീറ്റർ അപ്പുറം ഉണ്ടാവും, 2 കിലോ രണ്ടാമത്തെ ചെരുപ്പ് 2 കിലോമീറ്റർ ഉണ്ടാവും. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വിജയിച്ച ആളുകൾ എല്ലാവരും സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ആ ഡിസിപ്ലിൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ഏത് മേഖലയിൽ വിജയിച്ച ആളുകൾക്ക് ഡിസിപ്ലിൻ ഉണ്ട്, നെഗറ്റീവ് തിങ്കിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു വ്യക്തികളെ ഒരു മേഖലയില് പരാജയപ്പെടാനുള്ള കാരണമെന്ന്. അല്ലെ, ഡിഫിക്കൽട്ടീസ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തില് വിജയിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് പല രീതിയിലുള്ള ചലഞ്ചസ്, ഡിഫിക്കൽട്ടീസ് പറയുന്നത് ചലഞ്ചസ്, ആ ചലഞ്ചസ് നമുക്ക് നേരിടേണ്ടി വരും. അപ്പൊ ആ ചലഞ്ചസ് എല്ലാം നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി വളരെയധികം അത്യാവശ്യമാണ്, നെസസറി ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു മേഖലയിലും ഒരു പ്രതിബന്ധങ്ങളിലും പോകാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു അമൂൽ ബേബി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ബ്രോയിലർ ചിക്കൻ മാതിരിയാണ്. ബ്രോയിലർ ചിക്കൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഒരു നാടൻ കോഴിയും ബ്രോയിലർ ചിക്കനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ എന്ന് പറയുന്നത് പോലെയാണ് പലപ്പോഴും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അപാരമായ മൈൻഡ് സെറ്റ് ഉണ്ടാവും, അയാൾക്ക് അപാരമായിട്ടുള്ള ഹാർട്ട് സെറ്റ് ഉണ്ടാവും, അയാൾക്ക് അവരായിട്ടുള്ള ഹെൽത്ത് സെറ്റ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഡിഫിക്കൽട്ടീസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇനി കുത്തിയൊലിക്കുന്ന ഒരു നദിക്ക് എപ്പോഴാണ് സംഗീതം ഉണ്ടാവും? ഒരു നദിക്ക് സംഗീതം ഉണ്ടാവുന്നത് ആ നദി ഒഴുകുന്ന സമയത്ത് ആ നദിയിലൂടെ കുത്തിരിച്ചു വരുന്ന വെള്ളം പല പാറക്കല്ലുകളിലൊക്കെ തട്ടി 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 അത് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തില് ഒരു നദിക്ക് സംഗീതം ഉണ്ടാവുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തില് സക്സസിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികള്, വൈതരണികള്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ സക്സസ് ഉണ്ടാവുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫെയിലിയേഴ്സിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഫെയിലിയറിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു
എന്നുള്ളതിലെ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ ഒരു ഫെയിലിയർ ഉണ്ടാവുന്ന സമയത്ത്, ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുന്ന സമയത്ത്, മിസ്റ്റേക്ക് ഉണ്ടാവും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മളൊന്നും റോബോട്ട്സ് അല്ല, വി ആർ ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള എല്ലാ ഹ്യൂമൻ. മിസ്റ്റേക്ക് വരുത്തുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മിസ്റ്റേക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ്. അക്സെപ്റ്റിംഗ് ദ മിസ്റ്റേക്സ്. ഞാനൊരു എന്താ പറയാ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ആളുകളെ ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത്, ആളുകളെ വിളിക്കുന്ന സമയത്ത് എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഞാൻ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. സെയിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞാൻ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ആ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അക്സെപ്റ്റ് മിസ്റ്റേക്സ്. എവിടെ നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാവുന്ന സമയത്തും ആ മിസ്റ്റേക്കുകൾ, ഇനി പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാറുണ്ട്. മിസ്റ്റേക്കുകൾ ഉണ്ടാക്കിയാൽ അത് മിസ്റ്റേക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ചെയ്യുന്നത് അതിനെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നതാണ്. സോ മാനേജിങ്ങിന്റെ ഒന്നാമത്തെ പാർട്ട് അക്സെപ്റ്റിംഗ് ദി മിസ്റ്റേക്ക്. രണ്ടാമത്തത് നമ്മുടെ ഹാർട്ട് സെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്തുകൊണ്ടാണ് നല്ല പരീക്ഷയിൽ വിജയം പ്രതീക്ഷിച്ച വ്യക്തിക്ക് ചെറിയ പെർസെന്റേജ് മാർക്ക് കുറഞ്ഞപ്പോ അദ്ദേഹത്തിന് ആ പ്രോബ്ലത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടായി പോയി. അതേസമയം മുഴുവൻ വിഷയത്തിനും പൊട്ടിയ വ്യക്തി വളരെ സന്തോഷത്തോടു കൂടി ജീവിതം അടിച്ചു പൊളിക്കുമ്പോ ചെറിയ പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അതിനെ വൈകാരികമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്തവരാണ്. പ്രോബ്ലംസും മിസ്റ്റേക്സും ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നിങ്ങൾ കിരൺ ബേദിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു എന്താ പറയാ ഒരു വനിതയാണ് കിരൺ ബേദി എന്നുള്ളത്. കിരൺ ബേദി തന്റെ ജീവിതത്തിൽ അവരുടെ പോലീസ് ജീവിതത്തിനിടയില് അവര് നിരവധി ട്രാൻസ്ഫർ വാങ്ങിക്കൂട്ടിയ ഒരു വ്യക്തിയാണ് കിരൺ ബേദി. കാരണം അവരെപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നത് സത്യത്തിന് നീതിക്കും വേണ്ടിയാണ്. സത്യത്തിന് നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് പല ട്രാൻസ്ഫറുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിരവധി ട്രാൻസ്ഫറുകളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കൽ അവർക്ക് ഒരു കോടതിയിൽ അവരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് മുന്നോട്ട് പോവാണ്. ആ കേസിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടി കിരൺ ബേദി 12 നിലകളുള്ള ഒരു ബിൽഡിങ്ങില് അവരുടെ അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത്, ഡോർ തുറന്ന അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അഡ്വക്കേറ്റ് പറയാണ്, മിസ്റ്റർ ബേദി, ഐ ആം റിയലി സോറി, ഇപ്രാവശ്യവും നമ്മൾ കേസിൽ പരാജയപ്പെട്ടു. വളരെയധികം പ്രതീക്ഷയോടുകൂടി ഒരു കേസില് അവര് ട്രാൻസ്ഫറിന് വേണ്ടി അവരുടെ ഭാഗത്തായി 100% സത്യമെങ്കിലും അവർക്ക് വ്യക്തമായ രീതിയിൽ കോടതിയെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവർ പരാജയപ്പെട്ടു. ആ സമയത്ത് അവർ പെട്ടെന്ന് ഇമോഷണലായി. അടുത്ത സ്റ്റെപ്പ് അവർ ചെയ്തത് ആ വക്കീലിന്റെ ഡോറ് ക്ലോസ് ചെയ്തതിനു ശേഷം 12 നിലകളുള്ള ആ ബിൽഡിങ്ങിന്റെ സ്റ്റേഴ്സ് പലതവണ അവർ കയറി ഇറങ്ങി എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഒരു ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ ഇമോഷണൽ ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ശരിയാവണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം ഉണ്ടായി, ഒരു മിസ്റ്റേക്സ് ഉണ്ടായി, ഒരു ഫെയിലിയർ ഉണ്ടായി. ആ ഫെയിലിയറെ മാനേജ് ചെയ്യാൻ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആവശ്യമാണ്. അത്തരത്തിലുള്ള കിരൺ ബേദി ചെയ്തത് 2 തവണ ആ സ്റ്റേജ് കയറി ഇറങ്ങി കഴിഞ്ഞപ്പോ അവർക്കുണ്ടായിട്ടുള്ള ഡിപ്രഷനും അവർക്കുണ്ടായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ അവർക്ക് സ്റ്റെബിലൈസ് ചെയ്യാനും ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം അവർ വീണ്ടും തുറന്ന് വക്കീലിന്റെ റൂമിലേക്ക് കയറിയിട്ട് പറഞ്ഞു, നൗ അഡ്വക്കേറ്റ് യു ക്യാൻ ഡിസ്കസ്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഇമോഷണൽ ലെവലിൽ നമ്മൾ ഫെയിലിയേഴ്സിനെ മാനേജ് ചെയ്യാൻ നമ്മൾ പരിശീലിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ ആയിട്ട് നമുക്കൊരു ഫെയിലിയേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾ കറക്റ്റ് വരിക. അതുപോലെ തന്നെ ടീമിലാണെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടോ അപ്ലൈൻസിനോടോ നമ്മൾ എന്താ പറയാ ദേഷ്യപ്പെടുക. ഇമോഷണൽ ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിൽ നമ്മൾ ഇമോഷണൽ ആണ്, നമുക്ക് ഫെയിലിയർ ഉണ്ടായി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തൽക്കാലം നമ്മളുടെ ശ്രദ്ധ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് എന്താ പറയാ നന്നായിട്ടൊന്ന് ഓടുക, അല്ലെങ്കിൽ ഒന്ന് സൈക്ലിങ്ങിന് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂട്ടറോ ബൈക്കോ എടുത്ത് ഒരു ഡ്രൈവിന് പോവുക, അല്ലെങ്കിൽ കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മൈൻഡിനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് മാത്രമേ അതിനെ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോ ഒന്നാമത്തത് അക്സെപ്റ്റിംഗ് യുവർ മിസ്റ്റേക്ക്, രണ്ടാമത്തത് മിസ്റ്റേക്സ് ഉണ്ടാവുമ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടാവുമ്പോൾ
നമ്മുടെ മനസ്സിനെ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്, കൈകാര്യം ചെയ്യുന്നതാണ്. ഈ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ പ്രകൃതിയുടെ സൃഷ്ടി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോ നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും, അത് മൃഗങ്ങളായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, അതുപോലെ പിന്നെ സസ്യങ്ങളായിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, എന്തെടുത്താലും ഏത് കാര്യവും എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സൃഷ്ടാവ് അതിനെ വളരെ യുണീക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യന്റെ നിങ്ങൾക്കറിയാം ഫിംഗർ പ്രിന്റ്സ്, ഈ ലോകത്തുള്ള 140 കോടി ജനങ്ങളുടെയും ഫിംഗർ പ്രിന്റ്സ് വ്യത്യസ്തമാണ്. ഒരു ക്രിയേറ്റർ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണ് അവരുടെ റെറ്റിന സ്കാൻ ചെയ്താൽ അവരുടെ റെറ്റിനയുടെ ഡിസൈൻ വ്യത്യാസമാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് വോയിസ് പിന്നെ ഐ റെക്കഗ്നിഷൻ, അതുപോലെ ഫിംഗർ റെക്കഗ്നിഷൻ ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണെന്നും നമ്മൾ ഓരോരുത്തരും യുണീക്ക് ആണെന്നുമുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ ജീവിതത്തില് കമ്പാരിസന് വേണ്ടി തയ്യാറാവാറുണ്ട്. ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ളവരുമായിട്ടായിരിക്കരുത്, മറിച്ച് കമ്പയർ അവർ യെസ്റ്റർഡേയ്സ് വിത്ത് ടുഡേ. എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്? നമ്മളുടെ ഇന്നലകളെയും നമ്മുടെ ഇന്നിനെയും കൂടാണ് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ പറയാറുണ്ട്, ടുഡേയ്സ് ബെസ്റ്റ് ഈസ് ബെറ്റർ ദാൻ യെസ്റ്റർഡേയ്സ് ബെസ്റ്റ്. എങ്ങനെയാണ്? ടുഡേയ്സ് ബെസ്റ്റ് ഇന്നത്തെ എന്റെ ബെസ്റ്റ് എന്ന് പറയുന്ന എന്റെ പെർഫോമൻസ് ഇന്നലത്തെ ബെസ്റ്റിനേക്കാളും ബെറ്റർ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ വേണ്ടത് നമ്മൾ കമ്പാരിസൺ ചെയ്യരുത്. നമ്മൾ ഓരോരുത്തരും യുണീക്ക് ആണെന്നും സൃഷ്ടാവ് നമ്മൾ ഓരോരുത്തരെയും വ്യത്യസ്തരായിട്ടാണ് പടച്ചു വിട്ടിട്ടുള്ളതെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നെവർ എവർ കമ്പയർ അവർ സെൽഫ് വിത്ത് അതേഴ്സ്. സെർഗി ബുക്ക എന്ന് പറയുന്ന പോൾവാട്ട് ഇതിഹാസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോൾവാട്ടിലെ വേൾഡ് ചാമ്പ്യനായ സെർജി ബുക്ക, അദ്ദേഹത്തിന്റെ റെക്കോർഡ്, സ്വന്തം റെക്കോർഡ് 17 തവണ തിരുത്തിയ വ്യക്തിയാണ്. അപ്പോ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ആരോടാണ്? നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. ഇന്നലെയുള്ള നമ്മളെയോട് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ഒരു സ്റ്റെപ്പ് മെച്ചപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അവോയ്ഡ് സെൽഫ് കമ്പാരിസൺ. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ തയ്യാറാവുക. കമ്പയർ യുവർ യെസ്റ്റർഡേയ്സ് ടുഡേ എന്നുള്ളതാണ് അവോയ്ഡ് കമ്പാരിസൺ എന്നുള്ളതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഫെയിലിയേഴ്സ് ഉണ്ടാവും. ആ ഫെയിലിയർ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. നമ്മളുടെ ശ്രമങ്ങളാണ് പരാജയപ്പെട്ടതെന്നുള്ള തിരിച്ചറിവ്. ഓരോ പരാജയം ഒരു ഇവന്റ് മാത്രമാണ്. അപ്പൊ ഓരോ പരാജയം ഒരു ഇവന്റ് ആണെന്നും നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ആ പരാജയങ്ങളെല്ലാം ഓരോ ശ്രമങ്ങളാണ്, ഓരോ ഇവന്റ് ആണ് എന്നുള്ളതും. എവരി ഡോഗ് ഹാസ് എ ഡേ. എല്ലാ പട്ടിക്കും ഒരു ദിവസം ഉണ്ടെന്ന് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സമയം വരുന്നുണ്ട്. അതുകൊണ്ട് ആ പരാജയങ്ങളെല്ലാം നിങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു കൂട്ടരേ ഉള്ളൂ. ദേ നെവർ ട്രൈഡ് എനിത്തിങ്. ജീവിതത്തിൽ ഒരിക്കലും ശ്രമിക്കാത്ത ആൾക്കാർക്കാണ് പരാജയമുള്ളത്. അപ്പൊ പരാജയം ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. നിങ്ങളല്ല പരാജയപ്പെടുന്നത്, ആ ശ്രമം, ആ ഇവന്റ് ആണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവാം. ഇനി പരാജയങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? പരാജയങ്ങളിൽ നിങ്ങൾ ചിരിക്കുക. കാരണം എന്താ? ഈ പരാജയങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്ത പല പൊട്ടത്തരങ്ങളുമാണ് നമ്മുടെ വിജയത്തിന്റെ ആധാരം. അപ്പൊ ഫ്യൂച്ചറില് നമുക്ക് നമ്മൾ ചെയ്ത പൊട്ടത്തരങ്ങളും മിസ്റ്റേക്സുകളെ കുറിച്ച് നമുക്ക് ചിരിക്കാൻ പറ്റും. കാരണം എന്താ? അങ്ങനെ ചിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സക്സസ്ഫുൾ ആവാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് പരാജയങ്ങളിൽ നിന്ന് വറി ചെയ്യാതെ പരാജയങ്ങളെല്ലാം എന്റെ ജീവിതത്തിന്റെ ചവിട്ടുപടികളാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ചിരിക്കാൻ പറ്റണം. എനിക്കൊരിക്കൽ കൂടി തുടങ്ങാൻ പറ്റുമല്ലോ. തോമസ് ആൽവാ എഡിസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തോമസ് ആൽവാ എഡിസൺ ദശാബ്ദക്കാലം അദ്ദേഹം നടത്തിയിട്ടുള്ള ഗവേഷണ നിരീക്ഷണങ്ങളെല്ലാം അദ്ദേഹം രാവിലെ വന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരീക്ഷണശാല കത്തിച്ചാമ്പലായിട്ടിരിക്കുകയാണ്. 10 വർഷത്തിലേറെ അദ്ദേഹം എടുത്തിട്ടുള്ള ഗവേഷണ നിരീക്ഷണങ്ങളെല്ലാം
ചാരമായിട്ട് നിൽക്കുക. അതിന് കാരണക്കാരനായത് അദ്ദേഹം വളരെയധികം സ്നേഹിക്കുന്ന ആ പൂച്ചയാണ്. അപ്പൊ പൂച്ച അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയില് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് അത് തട്ടി വീട്ടുകയും ആ പരീക്ഷണശാല മുഴുവൻ കത്തിച്ചാമ്പുകയും ചെയ്യുന്നു. അദ്ദേഹം സ്വന്തം 10 വർഷത്തിലേറെ എടുത്തിട്ടുള്ള കഠിനാധ്വാനം ചെയ്ത പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം കത്തിച്ചാമ്പലായ സമയത്ത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിനി ഒന്നേന്ന് തുടങ്ങാലോ. കാരണം 10 വർഷം എല്ലാം പോയില്ലേ, എനിക്ക് ഒന്നേന്ന് കേരളം. അതിനെ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡില് അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ, ഈ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയുന്ന ആരെ കുറിച്ചിട്ടാണ്? നിങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളെ അറിയുന്നത് പോലെ ലോകത്ത് മറ്റാർക്കും നിങ്ങളെ അറിയില്ല. അപ്പൊ നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നതും നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കുന്നതും നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. സക്സസ് എന്നുള്ള വാക്ക് നിങ്ങൾ എഴുതിയാൽ SUCCESS എന്നാണ് സക്സസിന്റെ സ്പെല്ലിങ്. there is no success without you. സക്സസില് നിങ്ങളില്ലാതെ ഒരു സക്സസ് ഇല്ല. there is no failure without you. ഫെയിലിയറിന്റെ സ്പെല്ലിങ് FAINURE എന്നാണ്. there is no failure without you. ഒരു വ്യക്തിയെ വിജയിപ്പിക്കുന്നതും ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തുന്നതും നിങ്ങളാണ്. സോ വിജയവും പരാജയവും നിങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഫെയിലിയേഴ്സ് എന്നുള്ളത് നെസസറിയാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രതിബന്ധനങ്ങളും വൈദ്യങ്ങളും പരാജയങ്ങളും മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ടാവും. അത് ജീവിതത്തില് അത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാല് അത് ആവശ്യമാണ്, പക്ഷെ കമ്പൽസറി അല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിക്കാം. പക്ഷെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകള് എല്ലാം സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ വാശി പിടിക്കരുത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പാമ്പ് കഴിച്ചാൽ വിഷപ്പാമ്പ് കടിച്ചാൽ മരണം ഉണ്ടാവും എന്നുള്ള കാര്യം സ്വന്തം അനുഭവത്തിൽ വേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. സോ സക്സസ് ആയ ആളുകള് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നുകൂടി ജീവിത പാഠങ്ങൾ പഠിക്കാനായിട്ട് പരിശീലിക്കേണ്ട ആളുകളാണ്. ഇനി SWOT അനാലിസിസ്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടും നമ്മൾ അനലൈസ് ചെയ്യണം. SWOT അനാലിസിസ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ സ്വയം വിശകലനം ചെയ്യേണ്ടതാണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി മുന്നോട്ട് പോകുന്ന സമയത്ത് അയാളുടെ സ്ട്രെങ്ത് എന്താണ്, അയാളുടെ സ്ട്രെങ്ത് എന്താണെന്ന് അയാൾ സ്വയം തിരിച്ചറിയണം. രണ്ടാമത്തത് അയാളുടെ വീക്ക്നെസ്സുകൾ എന്താണെന്ന് അയാൾ സ്വയം തിരിച്ചറിയണം. നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ വീക്ക്നെസ്സുകളിലാണ്. ആ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ പറ്റണം. ഇന്ന് നിങ്ങളുടെ വീക്ക്നെസ് നാളെ നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി വീക്ക്നെസ്സിന് സ്ട്രെങ്ത് ആക്കിയാണ് നമ്മുടെ ഓരോരുത്തരും നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ ഡയറക്ട് സെല്ലിംഗിൽ നമ്മൾ ഒരു മികച്ച പെർഫോമർ ആയിട്ട് മാറണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗിൽ പെർഫോമറായ ആളുകൾ നേടിയെടുക്കേണ്ട സ്ട്രെങ്ത് ഏതൊക്കെ മേഖലയിലാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ മേഖലയിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ ബോധപൂർവമായ ഒരു പരിശീലനം നമ്മുടെ ഭാഗത്ത് ആവശ്യമുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഈ മേഖലയിൽ വിജയിക്കുന്നതിന് ആവശ്യമാണ്. ഓർഗനൈസിങ് സ്കില്ല് ഈ മേഖലയിൽ വിജയിക്കുന്നതിന് ആവശ്യമാണ്. മാനേജ്മെന്റ് സ്കില്ല് ഈ മേഖലയിൽ വിജയിക്കുന്നതിന് ആവശ്യമാണ്. അത്തരത്തിലുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പല ആളുകളും ജീവിതത്തിൽ വിജയിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതിന് പ്രോപ്പറായിട്ടുള്ള ഈ മേഖല വിജയിക്കാത്ത പ്രധാനപ്പെട്ട കാര്യം പ്രോപ്പറായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടാവില്ല. രണ്ടാമത് അതിന് പറ്റുന്ന തലത്തിലുള്ള സ്കില്ലുകൾ അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ മൈൻഡ് സെറ്റും സ്കില്ലും യഥാർത്ഥത്തിൽ ഒരു കമ്പനിയും ചേരുമ്പോ ഈ മേഖലയിൽ വിജയിക്കാനുള്ള ചേരുവകൾ പ്രധാനമാവും. അപ്പൊ അനലൈസ് യുവർ SWOT അനാലിസിസ്. സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യുക, വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൺ ആംഡ് റെസ്ലർ. ഇടത് കൈയില്ലാത്ത ലോകത്തെ ഒരേ ഒരു കൈ മാത്രമുള്ള ഒരു റെസ്ലറെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ആ റെസ്ലർ പ്രാക്ടീസ് ചെയ്തത് അദ്ദേഹത്തിന് ഒരു ലോക്ക് ഉണ്ട്. റെസ്ലിംഗ് കോമ്പറ്റീഷൻ നടക്കുമ്പോ ഒരു ലോക്ക് ഉണ്ട്. അദ്ദേഹത്തിന്റെ വലത് കൈ ഉപയോഗിച്ച് ആ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒപ്പോണന്റിന് ആ ലോക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടത് കൈ ഉപയോഗിക്കണം. ആ ലോക്ക് അഴിക്കാൻ ലോകത്തിന് ഒറ്റ താക്കോലേ ഉള്ളൂ. ആ അദ്ദേഹത്തിന്റെ ഇടത് കൈ റിലീസ് ചെയ്തുകൊണ്ട് മാത്രമേ, ഇടത് കൈനെ കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ ആ ലോക്ക് അഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്നോ, അദ്ദേഹത്തിന് ഇടത് കൈ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇടത് കൈ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ആ ലോക്കിനെ ഓപ്പൺ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പോണൻസിന് കഴിയില്ല എന്നുള്ളതാണ്.
സ്വന്തം വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കി മാറ്റിക്കൊണ്ട് ലോകത്ത് റെസ്ലിംഗില് 1 ആം റെസ്ലർ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി സ്വന്തം വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കി മാറ്റിയ വ്യക്തിയാണ്. അപ്പൊ ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത്, ഐഡന്റിഫൈ യുവർ വീക്ക്നെസ്. ഇനി നമ്മുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവർ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തും പ്രോബ്ലംസും ചലഞ്ചസും ഉണ്ടാവുമ്പോൾ അതിനുള്ളിൽ ചില അവസരങ്ങൾ ഒതുങ്ങിയിരിപ്പുണ്ട്. കൊറോണ വന്ന സമയത്ത് എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായ സമയത്ത് മാസ്ക് വിൽക്കുന്ന ആളുകൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി, വാക്സിൻ വിൽക്കുന്ന ആളുകൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി, സാനിറ്റൈസർ വിൽക്കുന്ന ആളുകൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി, സൂം പ്ലാറ്റ്ഫോം കൊറോണ വന്നപ്പോൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഒരു പ്രോബ്ലംസും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനകത്ത് അവസരങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാവുന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ത്രെറ്റ്സ്, നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ത്രെറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഈ ബയോടോറിയത്തിനകത്തുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡയറക്ട് സെല്ലിംഗുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ സമാന മേഖലയിലുള്ള കമ്പനികളുമായി നിന്നും പല രീതിയിലുള്ള ത്രെറ്റ്സുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ ത്രെറ്റ്സുകളെയും നമ്മൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് വേണം. അപ്പൊ അനലൈസ് യുവർ സ്ട്രെങ്ത്, അനലൈസ് യുവർ വീക്ക്നെസ്. നിങ്ങളുടെ വീക്ക്നെസ്സുകളെ സ്ട്രെങ്ത് ആക്കി മാറ്റണം. നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റണം. ത്രെറ്റ്സുകളെ മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മുടെ ഷോർട്ട് അനാലിസിസ് നമ്മൾ ചെയ്യാം. ഇനി പരാജയത്തെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് ചില ടിപ്സുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ എടുക്കേണ്ടത്? ഒന്നാമത്തത്, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് ഫെയിലിയർ. പരാജയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് ആ മിസ്റ്റേക്കിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഒരു വലിയ അച്ചീവറായിട്ട്, ഒരു ലീഡറായിട്ട് മാറാൻ പറ്റുക എന്നുള്ളത്. സോ ഒന്നാമത്തെ നമ്മൾ നേരിടേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് ഫെയിലിയേഴ്സ് എന്നുള്ളതാണ്. മിസ്റ്റേക്കുകൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊള്ളണം. ആ മേഖല നമ്മൾ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ബിസിനസ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ആൾക്കാരെ വിളിക്കുന്നതിനാണ്. പ്രോസ്പെക്ടിങ് സ്കിൽസ് അത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. ആ മിസ്റ്റേക്കുകളെല്ലാം നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമാണ്. നമ്മൾ വിജയം പരാജയപ്പെട്ടിട്ടില്ല, മിസ്റ്റേക്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടില്ല. നമ്മുടെ ശ്രമം എടുത്ത ആ ഒരു ഇവന്റ്, ആ ഒരു ശ്രമം മാത്രമാണ് പരാജയപ്പെട്ടത്. അപ്പോ നമ്മുടെ ആദ്യത്തെ നമ്മൾ പരിശീലിക്കുന്ന പ്രോസ്പെക്ടിങ്ങില് നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവാം, മിസ്റ്റേക്സ് ഉണ്ടാവാം. എന്തുകൊണ്ട് നമ്മള് പ്രോസ്പെക്ടിങ്ങിൽ നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്സുകൾ വരുത്തും? പലപ്പോഴും നമ്മൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ പ്രോസ്പെക്ട് ചെയ്യുന്ന സമയത്ത് കമ്പനിയെ കുറിച്ചോ പ്രൊഡക്റ്റിനെ കുറിച്ചോ പ്ലാനിനെ കുറിച്ചോ ഒന്നും ഫോണിൽ സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാൻ കണക്ട് ചെയ്യാൻ പറ്റില്ല. പ്രോസ്പെക്ടിങ്ങിന്റെ ഏറ്റവും എന്താ പറയാ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ബയോടോറിയം പ്രദാനം ചെയ്യുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ മറ്റൊരു മനുഷ്യന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായും എത്തിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പ്രോസ്പെക്ടിങ്ങിന്റെ പരമപ്രധാനമായ ധർമ്മം എന്നുള്ളത്. അപ്പൊ പ്രോസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാവാം, ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാവാം. ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കാം, ഫെയിലിയർ സംഭവിക്കാം. പലപ്പോഴും ചിലപ്പോൾ പല ഒബ്ജക്ഷൻസിനും കൃത്യമായ മറുപടി എങ്ങനെ കൊടുക്കണം നമുക്ക് അറിയില്ല. അപ്പൊ അവിടെ നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവാം. സെയിൽ ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാവാം. പക്ഷെ അവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലേണിംഗ് നടക്കുന്നത്. മിസ്റ്റേക്സ് ഇൻക്രീസസ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻക്രീസസ് യുവർ സക്സസ്. ഐ റിപ്പീറ്റ്, മിസ്റ്റേക്സ് ഇൻക്രീസസ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻക്രീസസ് യുവർ സക്സസ്. അപ്പൊ മിസ്റ്റേക്സ്, ഇനിഷ്യൽ ഫെയിലിയേഴ്സ് എല്ലാ ഭാഗത്തും ഏത് മേഖലയിലും പുതുതായി ഒരു മേഖലയിൽ കൈവെക്കുമ്പോൾ അവിടെ ഇനിഷ്യൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും. അതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ വിജയിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. അതിൽ നിന്ന് റിയൽ ലേണിംഗ് നമുക്ക് നടക്കുന്നുണ്ട്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വളരുന്നത് അയാളുടെ മിസ്റ്റേക്സിൽ നിന്നും ഫെയിലിയേഴ്സിൽ നിന്നുമാണ്. നമ്മൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് ഉണ്ടായെന്നും ആ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നും നമ്മൾ അതിനെ പ്രോപ്പറായി എഴുതി വെക്കുക. ഒന്നാമത്തെ ആക്ഷൻ സ്റ്റേറ്റ്. ആ റൈറ്റ് ഡൗൺ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ ജീവിതത്തിൽ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നേരിടുന്ന ഫെയിലിയേഴ്സിനും മിസ്റ്റേക്സും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. റൈറ്റ് ഡൗൺ ഒന്നാമത്തെ. 2,
ആ മിസ്റ്റേക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്ക് വായിക്കണം. നമ്മൾ ബിസിനസ്സിന് വേണ്ടി വീണ്ടും ഇറങ്ങാൻ സമയത്ത് ഞാൻ പഠിച്ച മിസ്റ്റേക്ക് എന്താണ്? നേരത്തെ സൂചിപ്പിച്ചു. സെയിൽ ക്ലോസ് ചെയ്യാൻ പോയപ്പോഴുണ്ടായിരുന്ന മിസ്റ്റേക്ക്, പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പോയപ്പോഴുള്ള ബിസിനസ്, മറ്റൊരാളുടെ ബിസിനസ് ഷെയർ ചെയ്യാൻ പോയപ്പോഴുണ്ടായ മിസ്റ്റേക്ക്, ഒരു ഓഫീസിൽ പോയി ബിസിനസ് ഷെയർ ചെയ്യപ്പെട്ടായ ബിസിനസ്, ഒരു ഹൗസ് വിസിനെ കാണാൻ പോയപ്പോഴുണ്ടായിട്ടുള്ള ബിസിനസ്, ഓരോ വ്യക്തിയും കാണുമ്പോൾ ഉണ്ടാവുന്ന മിസ്റ്റേക്കുകളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിലൂടെ ലേണിംഗ് നടക്കുക. അപ്പൊ ഒന്ന്, മിസ്റ്റേക്കുകളിൽ നിന്ന് പാഠങ്ങൾ എഴുതി വെക്കുക. രണ്ട്, അതിനെ പലപ്പോഴായി വായിക്കുക. വായിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റും. ആ മിസ്റ്റേക്സ് എന്തുകൊണ്ട് സംഭവിച്ചെന്നും ആ മിസ്റ്റേക്കിന് ജീവിതത്തിൽ ഇനിയും മറ്റൊരു ഘട്ടത്തിൽ അത് വരുമ്പോ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതും നമുക്ക് മനസ്സിലാവും. മൂന്ന്, മിസ്റ്റേക്ക് ഒരിക്കലും ഒരു ഇവന്റിൽ നമ്മൾ ഒരു ശ്രമത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ, നേരത്തെ സൂചിപ്പിച്ച് നമ്മുടെ ശ്രമം മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളത്, നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. ആ പരാജയങ്ങൾ നിങ്ങൾക്ക് ചില പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വീണ്ടും ആ കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സക്സസിന്റെ പാതയിലേക്ക് കൂടുതൽ അടുക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾ ഒരിക്കൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ചെയ്യില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ എവിടെയാണോ വീണത് അവിടെ നിന്ന് കയറി വരണം. അപ്പൊ മിസ്റ്റേക്സ് ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരാനും അത് വീണ്ടും ചെയ്യാനുള്ള ഒരു ഊർജ്ജവും നമ്മൾ ഉണ്ടാവണം. അങ്ങനെ വീണ്ടും 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 ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വയം മെച്ചപ്പെടുന്നതും നമുക്ക് നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനും പറ്റുന്നത്. സെർജി ബുക്കോ, ഞാൻ നേരത്തെ പറഞ്ഞു, സ്വന്തം പോൾ വാൾട്ട് ചാമ്പ്യൻ സെർജി ബുക്ക സ്വന്തം റെക്കോർഡ് 17 തവണ തിരിച്ച വ്യക്തിയാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളെ 2025 ജൂണിൽ നിങ്ങൾ നിർത്തുമ്പോ 2025 മെയ്യിൽ ഉണ്ടായിരുന്ന വ്യക്തിയേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുള്ളത്. സോ വീണ്ടും നമ്മൾ ശ്രമിക്കാൻ തയ്യാറാവുന്നത്. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവുന്ന, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഓൾവേസ് അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. അത്തരത്തിലുള്ള പ്രോബ്ലംസിനെ ഫേസ് ചെയ്ത, ജീവിതത്തിൽ പല പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള സക്സസ്ഫുൾ ആളുകളുമായി ചേർന്ന് നിൽക്കുമ്പോൾ അതിനെ ഈസി ആയി കൈകാര്യം ചെയ്യണത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് ഡയറക്ട് സെല്ലിംഗിൽ ഒരു മെന്റർ ഉണ്ട്, ഒരു അപ്ലൈൻ ഉണ്ട്. ആ സക്സസ്ഫുൾ അപ്ലൈൻ ആണ് നിങ്ങൾ മെന്റർ ചെയ്യുന്നത്. ആ അപ്ലൈന് കൃത്യമായി നിങ്ങളുടെ പാത, ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി നേരിടുന്ന പ്രതിസന്ധികളും വൈതരണികളും ഒരു ടീമിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടീമിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഒരു ടീമും നഷ്ടപ്പെടാത്ത ഒരു ലീഡർ ഡയറക്ട് സെല്ലിംഗിൽ സക്സസ് ആയിട്ടില്ല. അപ്പൊ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടീം നാളെ ഇല്ലാതാവുന്നു, ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തത് നമുക്ക് പരാജയം സംഭവിച്ചു. എങ്ങനെയാണ് ഒരു പ്ലാന്റിന് പ്രോപ്പറായി ഫെർട്ടിലൈസ് ചെയ്യണം, പ്രോപ്പറായിട്ട് അതിന് വെള്ളം കൊടുക്കണം. അത് കൂടുതൽ അളവിൽ കൊടുത്താൽ അത് ചീഞ്ഞു പോകും. ഫെർട്ടിലൈസറിന്റെ അളവ് കൂടി കഴിഞ്ഞാലും ചീഞ്ഞു പോകും. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ വെള്ളവും വളവും കൊടുത്തുകൊണ്ട് ആ ടീമിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മള് പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രോബ്ലംസുകളും ഉണ്ടാവും. ആ പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള സമാനമായ പ്രശ്നങ്ങളെയും പ്രോബ്ലങ്ങളെയും വളരെ ഈസിയായി കൈകാര്യം ചെയ്തിട്ടുള്ള ലീഡേഴ്സുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇനി നമ്മൾ 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് ഫെയിലിയർ നമ്മൾ റിയലൈസ് ചെയ്യുക. കാരണം നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ലേണിംഗ് കർവിന്റെ ഭാഗമാവണം. വിജയിച്ച ആളുകളെല്ലാം പഠിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ്. If you want to earn something, you should learn something. ലേണിംഗ് എന്നുള്ള വാക്കിൽ നിന്ന് എല്ലാം മാറ്റിയാൽ ഏണിംഗ് എന്നുള്ള വാക്കാവും. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിക്കാൻ തയ്യാറാകാൻ പറ്റുള്ളൂ. അപ്പൊ ഫെയിലിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള പഠനത്തിനുമായി ബന്ധപ്പെട്ട് ലേണിംഗ് കർവുമായിട്ട് ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തില് അത്യന്താപേക്ഷിതമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നെസസറി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. നിങ്ങൾ വിജയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിജയിച്ച പല മൊമെന്റ്സും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ പരാജയപ്പെട്ട മൊമെന്റ്സും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. വിജയിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച മൊമെന്റ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആവേശം വരും. പരാജയപ്പെട്ട മൊമെന്റ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവാം,
പക്ഷെ ആ പരാജയപ്പെട്ട മൊമെന്റ്സിലൂടെയാണ് നിങ്ങൾ വിജയത്തിലേക്ക് നടന്ന് കയറിയിട്ടുള്ളതെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ഈ 5 കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ പരാജയങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഫെയിലിയേഴ്സിനെ നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആക്കി മാറ്റണം, ഫെയിലിയേഴ്സിനെ നമ്മൾ എങ്ങനെ വിജയത്തിലേക്ക് കണക്ട് ചെയ്യണമെന്നാണ് ഇത്ര നേരം ഞാൻ സംസാരിച്ചത്. ഇനി പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്ത് ആരെ വിളിക്കണം? ദാസനെ വിളിക്കണം, അല്ലെ? ദാസനും വിജയനും നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാരും മറക്കാത്ത 2 കഥാപാത്രങ്ങളാണ് എന്താ പറയുക, പട്ടണപ്രവേശത്തിലെ ദാസനും വിജയനും, മോഹൻലാലും ശ്രീനിവാസും. ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോ ആരെ വിളിച്ചോളുക? ദാസനെ വിളിച്ചോളുക. എന്താ ദാസൻ എന്ന് പറഞ്ഞാല് ഡിഫൈൻ യുവർ പ്രോബ്ലം. ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുക. അതാണ് ഒന്നാമത്തത്. 2, അനലൈസ് ദ പ്രോബ്ലം. എന്തുകൊണ്ട് ആ പ്രോബ്ലം ഉണ്ടായി, ആ പ്രോബ്ലത്തിനുണ്ടായുള്ള കാരണങ്ങൾ എന്താണ്, ഞാൻ ചെയ്ത എവിടെയാണ് എനിക്ക് പ്രോബ്ലം സംഭവിച്ചത്, ആ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാൻ പറ്റും. ഫൈൻഡ് ദി സൊല്യൂഷൻസ്. ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് എന്റെ മുന്നിലുള്ളത്, അതാണ് എസ്. ആൻഡ് ലാസ്റ്റ് വൺ, സോറി ഒരു എല്ല് വിട്ടുപോയി, അപ്ലൈ ബെസ്റ്റ് സൊല്യൂഷൻ. അത് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴും നിങ്ങൾ ദാസനെ വിളിക്കുക. 1, ഡിഫൈൻ യുവർ പ്രോബ്ലം. നിങ്ങൾ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലത്തിന് ഡിഫൈൻ ചെയ്യുക. 2, അനലൈസ് ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തിന് അനലൈസ് ചെയ്യുക. 3, ഫൈൻഡ് ദി സൊല്യൂഷൻസ്. അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. അതിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. ഈ 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏത് പ്രോബ്ലത്തിനെയും നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ഫെയിലിയേഴ്സ് ഉണ്ടാക്കിയ ആളുകൾ, ഈ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ്, ജീവിതത്തിൽ വിജയിച്ച ആളുകളെല്ലാം വലിയ പരാജയങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളാണ്. അപ്പോ ഗ്രേറ്റ് ഫെയിലിയേഴ്സ് 30 വർഷം ഡിപ്രസ്ഡ് ആയിട്ട് 30-ാമത്തെ വയസ്സിൽ താൻ സ്ഥാപിച്ച കമ്പനിയിൽ നിന്ന് പൂർണ്ണമായി ഇറങ്ങിപ്പോണ്ട ഒരു വ്യക്തിയാണ്. പിന്നീട് ആ കമ്പനി വീണ്ടും തിരക്ക് വലിച്ചു മേടിച്ച വ്യക്തി നമുക്കെല്ലാം അറിയാം. നമ്മളെല്ലാവരും അറിയുന്ന ആപ്പിളിന്റെ ഉടമ സ്റ്റീവ് ജോബ്സ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ നേരിട്ടേണ്ട വ്യക്തിയാണ്. സോ 30 years ആയിട്ട് അദ്ദേഹം കെട്ടിപ്പടുത്ത സ്വന്തം കമ്പനി ഉപേക്ഷിച്ചു പോയിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തില്. പക്ഷെ അദ്ദേഹം തിരിച്ചു വരുന്നു. അപ്പൊ പരാജയങ്ങളെ നമുക്ക് അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇനി ടീച്ചർ പറഞ്ഞു, ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇവന് പഠിക്കാനുള്ള കഴിവില്ല, ഇവൻ മന്ദബുദ്ധിയാണ്, ഇവന് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് തോമസ് ആൽവ എഡിസൺ. ടീച്ചർ അവസാനം ആര് മന്ദബുദ്ധിയായി? ടീച്ചർ മന്ദബുദ്ധിയായി. മനസ്സിലായില്ലേ? അപ്പൊ തോമസ് ആൽവ എഡിസൺ അദ്ദേഹം പറയുന്നത് 10,000-കണക്കിന് ശ്രമങ്ങൾ നടത്തി. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് ബൾബാണ്, ഇൻകാൻഡസെന്റ്. ഇന്ന് നമ്മൾ കാണുന്ന LED ബൾബ്സ് ആണ്. പക്ഷെ പണ്ട് കാലത്ത് ആദ്യമായി ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ്. തോമസ് ആൽവ എഡിസൺ അദ്ദേഹം 10,000-കണക്കിന് തവണ അദ്ദേഹം ബൾബിന്റെ ഫിലമെന്റ് ആയിട്ടുള്ള ടങ്സ്റ്റൺ കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം പരാജയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ജീവിതത്തിൽ 10,000-കണക്കിന് തവണ പരാജയപ്പെട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ എഡിസൺ പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ 10,000 തവണ പരാജയപ്പെട്ടു എന്ന്? 10,000-കണക്കിന് തവണ ടങ്സ്റ്റൺ എന്നുള്ള ഫിലമെന്റ്, ഇലക്ട്രിസിറ്റിയുടെ ബൾബിനകത്തുള്ള ഫിലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി 10,000-കണക്കിന് വസ്തുക്കൾ ഞാൻ കൂട്ടിയോജിപ്പിച്ചു പോയപ്പോ 10,000-കണക്കിന് വസ്തുക്കൾ കൊണ്ട് ഫിലമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് കണ്ടെത്തുന്നതിൽ ഞാൻ യഥാർത്ഥത്തിൽ വിജയിക്കായിരുന്നു. അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോ ജീവിതത്തില് നമ്മൾ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോയ വ്യക്തികളാണ്, ഗ്രേറ്റ് ഫെയിലിയേഴ്സ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇനി റിജക്റ്റഡ് ബൈ ഡെക്കാ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ്. അവരുടെ സൗണ്ട് അത്ര നല്ല സൗണ്ട് ഒന്നും ഇല്ല. വേൾഡിൽ അറിയപ്പെടുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോ അവര് നിരസിച്ച ആളുകളാണ്. പക്ഷെ പിന്നീട് നിങ്ങൾ ലോകം കണ്ട നമ്പർ 1 മ്യൂസിക് ബാൻഡ് ആയിട്ട് മാറി ബീറ്റിൽസ്. സോ ദേ ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്സ്. 27 പബ്ലിഷേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ ബുക്കുകൾ നിരസിക്കപ്പെട്ടവർത്താണ് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ചിൽഡ്രൻസിന്റെ ബെസ്റ്റ് സെല്ലിംഗ് ഓതർ ആയിട്ട് മാറിയത് ഡോക്ടർ സേവിസ്. അപ്പൊ അദ്ദേഹം നിരവധി തവണ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഐ ഫെയിൽഡ് ഇൻ മൈ എക്സാംസ്. ഞാൻ എന്റെ എക്സാംസും സബ്ജക്ട്സിലൊക്കെ ഞാൻ ഫെയിൽ ചെയ്ത്. എന്റെ സുഹൃത്ത് പാസ്സായി. അവൻ ഇന്ന് ഒരു എഞ്ചിനീയർ ആണ് മൈക്രോസോഫ്റ്റിൽ. ഞാൻ ഇന്ന് മൈക്രോസോഫ്റ്റിന്റെ ഓണറാണ്. ആരാ പറയുന്നത്?
ബിൽ ഗേറ്റ്സ് ആണ്. അപ്പോ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് മൈക്രോസോഫ്റ്റിന്റെ ഉടമയായ ബിൽ ഗേറ്റ്സ് എന്നുള്ളത്. അപ്പോ അദ്ദേഹത്തിന് ഫെയിലിയർ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ഫെയിൽഡ് ഇൻ 8th ക്ലാസ്. അദ്ദേഹം ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ബാറ്റ്സ്മാൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ വാസ് റിജക്റ്റഡ് ഫ്രം ഓൾ ഇന്ത്യ റേഡിയോ. അദ്ദേഹത്തിന്റെ പരിക്കരായ ഹെവി വോയിസ് നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കഴിയുന്നത് അക്ഷയ് കുമാർ ഒരു ബാറിൽ വെയിറ്റർ ആയിട്ട് ജോലി ചെയ്തിട്ടാണ് അദ്ദേഹം അതിന്റെ കരിയർ ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹം ഒരുപാട് റിജക്ഷൻസ് ആക്ടിംഗിൽ നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ്. രജനീകാന്തിന്റെ കരിയറിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു ബസ് കണ്ടക്ടർ ആയിരുന്നു. അദ്ദേഹം നിരവധി മേഖലയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ബസ് കണ്ടക്ടർ ആയിരുന്നു. അദ്ദേഹം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം കിങ് മേക്കർ ആയിട്ടുള്ള ഷാറുഖ് ഖാൻ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് 50 രൂപയാണ്. അദ്ദേഹം റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വേൾഡ് റിജക്ഷൻസിൽ കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ്. മൈക്കൽ ജോർഡൻ സ്കൂളിലെ ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് വീട്ടിൽ വന്ന് കടകടച്ചിട്ട് കരഞ്ഞ വ്യക്തിയാണ്. പിന്നീട് ലോകം കണ്ട മികച്ച ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിട്ട് മാറാനായിട്ട് മൈക്കൽ ജോർഡാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഫെയിലിയേഴ്സ്. ടീച്ചർ നേരത്തെ പറഞ്ഞു ആൽബർട്ട് ഐൻസ്റ്റീൻ, ഈ കുട്ടിക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. ഈ കുട്ടി ഒരു ഡൈസ്ലെക്സിക്സ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് ടീച്ചർ പറഞ്ഞിട്ട് ആ കുട്ടിയെ വീട്ടിലേക്ക് അയച്ചിട്ടുള്ള വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. വാൾട്ട് ഡിസ്നി നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കും. വാൾട്ട് ഡിസ്നിയിലെ ന്യൂസ് പേപ്പറിൽ നിന്ന് ഒരു ഫയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് ഇമാജിനേഷൻ ഇല്ല എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾ ലോകം കണ്ടിട്ടുള്ള മിക്കി ആൻഡ് റൊണാൾഡ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? വാൾട്ട് ഡിസ്നിയുടെ അമ്യൂസ്മെന്റ് പാർക്ക് ലോകത്തെ ഏറ്റവും വളരെ പ്രസിദ്ധനാണ്. ഏറ്റവും നല്ല ഇമാജിനേഷൻ ഉള്ള വ്യക്തിയായിരുന്നു. ഈ വ്യക്തിക്ക് ഒരു ന്യൂസ് പേപ്പറിൽ അദ്ദേഹത്തിന് അവിടുന്ന് ഫയർ ചെയ്തു. കാരണം അദ്ദേഹത്തിന് ഇമാജിനേറ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 30ാമത്തെ വയസ്സിൽ സ്വന്തം കമ്പനി താൻ പടുത്ത കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് സ്റ്റീവ് ജോബ്സ്. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു, ആ കമ്പനി വിലയ്ക്ക് വാങ്ങി. ഓർഫ വിൻഫ്രെ, അവർക്ക് ടെലിവിഷൻ അവതാരികയാവാനുള്ള കഴിവ് നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ആ ജോബിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ലോകം കണ്ട മികച്ച അവരുടെ ലുക്ക് കൊണ്ടും അവരുടെ കഠിന പരിശ്രമം കൊണ്ടും ലോകം കണ്ട മികച്ച TV ആങ്കർ ആയിട്ട് മാറാനായിട്ട് ഓർഫൻ വിൻഫ്രെ സഹായിച്ചിട്ടുണ്ട്. അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ചാർലി ചാപ്ലിന്, ലോകം കണ്ട വെസ്റ്റ് കൊമേഡിയൻ ആയിട്ടുള്ള ചാർലി ചാപ്ലിന് നോൺ സെൻഷ്യൽ അദ്ദേഹത്തിന്റെ ആക്ട് ഓക്സ്ഫോർഡ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഹോളിവുഡ് സ്റ്റുഡിയോസ് നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ വിജയിച്ച ആളുകളെ നമ്മൾ ലയണൽ മെസ്സി ഫുട്ബോൾ ട്രെയിനിങ്ങിന് വേണ്ടി അദ്ദേഹം ഒരു ടീ ഷോപ്പില് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്നാണ് ഫുട്ബോളിന്റെ പരിശീലനം നടത്തുന്നുള്ള പൈസ അദ്ദേഹം തുടക്കത്തില് കൈയെത്തിയത്. അതുപോലെ തന്നെ ഹാരി പോട്ടറിന്റെ ബുക്ക് എഴുതിയിട്ടുള്ള J.K. റൗളിങ്ങിനെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഷി വാസ് റിജക്റ്റഡ് 12 പബ്ലിഷിംഗ് ഹൗസസ്. 12ഓളം പബ്ലിഷിംഗ് ഹൗസസ് റിജക്ഷന് ശേഷമാണ് ലോകത്തെ അറിയപ്പെടുന്ന ഹാർലി പോട്ടർ എന്നുള്ള പുസ്തകത്തിനെ പബ്ലിഷ് ചെയ്യാനായിട്ട് അവർക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. അപ്പം വിജയിച്ച ആളുകൾ എടുത്തു നോക്കിയാലോ, ഹോണ്ട നിങ്ങൾക്കറിയാം, ഇന്ന് ജാപ്പനീസ് ബ്രാൻഡായ ഹോണ്ട ടൊയോട്ട കോർപ്പറേഷനിലെ ഒരു ജോലിക്ക് എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് നോക്കിയപ്പോ അവിടുന്ന് തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാണ്. സ്വന്തം കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തം സ്കൂട്ടറുകൾ ഉണ്ടാക്കി ലോകത്ത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ഇത് ഹോണ്ട എന്നുള്ള ബ്രാൻഡ് എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തില് 21ാമത്തെ വയസ്സിൽ പരാജയപ്പെട്ടു. അതിനുശേഷം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മത്സരിച്ചു. 22ാമത്തെ വയസ്സിൽ വീണ്ടും പരാജയപ്പെട്ടു. ബിസിനസ്സിൽ അദ്ദേഹം 24ാമത്തെ വയസ്സിൽ പരാജയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രിയതമ മരിച്ചു 25ാമത്തെ വയസ്സിൽ. വീണ്ടും തിരിച്ചടി കിട്ടി. അതിനുശേഷം നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായി 27ാമത്തെ വയസ്സില്. അതിനുശേഷം ലോസ്റ്റ് കോൺഗ്രഷ്യൽ ഇലക്ഷൻസിന് വേണ്ടി അദ്ദേഹം 34ാമത്തെ വയസ്സിലും 36ാമത്തെ വയസ്സിലും 2 തവണ അദ്ദേഹം പരാജയപ്പെട്ടു. സെനറ്റ് റേസിന് വേണ്ടി മത്സരിച്ചു. 45ാമത്തെ വയസ്സിൽ വീണ്ടും പരാജയം. അതിനുശേഷം പ്രസിഡൻഷ്യൽ പരാജയപ്പെട്ടു. 47ാമത്തെ വയസ്സിൽ വീണ്ടും പരാജയപ്പെട്ടു. വീണ്ടും സെനറ്റ് റേസിൽ മത്സരിച്ചു. 49ാമത്തെ വയസ്സിൽ പരാജയപ്പെട്ടു. 62ാമത്തെ വയസ്സിൽ അമേരിക്ക കണ്ട ഏറ്റവും മികച്ച പ്രസിഡന്റിൽ ഒരാളായിട്ട് അബ്രഹാം ലിങ്കന് മാറാൻ സാധിച്ചത് പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൊണ്ടാണ്. അപ്പൊ ഞാൻ നേരെ സൂചിപ്പിക്കുന്ന പോലെ അബ്രഹാം ലിങ്കൻ, ഈ പരാജയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ സക്സസിന്റെ ഭാഗമാണ്. ഇഫ് യു ഫെയിൽഡ് യു നെവർ ട്രൈഡ് എക്സിസ്റ്റ്.
നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പരാജയങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത്. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ പരാജയങ്ങളെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആക്കി മാറ്റിക്കൊണ്ട് ആ പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരാജയങ്ങൾ നാളെ നിങ്ങളെ സക്സസിന്റെ മുതൽക്കൂട്ടാണെന്നും പാർട്ട് ഓഫ് ദി സക്സസ് ആണ് തിരിച്ചറിഞ്ഞുകൊണ്ട് പരാജയങ്ങളുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്കൊരു മികച്ച പെർഫോമർ ആയിട്ട് മാറാൻ പറ്റുക. Mistakes increases your experience and experience increases your success എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഭാവങ്ങൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഇ ബൈ.